ഹായ് സുഹൃത്തുക്കളെ, ഒരു കേരളത്തിൽ എന്നെ പിടിച്ചുകുലുക്കിയ ഒരു ആത്മഹത്യയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കോഴിക്കോട് നിവാസിയായ ദീപക് എന്ന 38 വയസ്സുകാരൻ്റെ ആത്മഹത്യയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ കേൾക്കുവാൻ. അതിന് കാരണം കുറച്ച് കണ്ടൻറ് ക്രിയേറ്ററുകൾ അവർക്കിഷ്ടത്തിന് അവരുടെ റീച്ച് വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി കുറച്ച് പ്രായമായവരെയും വയസ്സന്മാരെയും പുരുഷന്മാരെയൊക്കെ പെടുത്തുക എന്ന ഒരു പ്രവണതയാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. ഒരു വീഡിയോ എടുക്കുക, മാക്സിമം ബസ്സിനകത്താണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ തിക്കിത്തിരക്കി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബസ് യാത്രക്കാർക്കൊക്കെ അറിയാം, തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരക്കുള്ള സമയങ്ങളിൽ മറ്റൊരാളുടെ ശരീരം ഒക്കെ സ്വാഭാവികമായിട്ടും ടച്ചാകും. അത് ഇനിയിപ്പം ഈ കാലത്തിൻ്റെ പ്രത്യേകതയൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഈ ഒരു പ്രവണത ഉള്ളതാണ്. ബോധപൂർവം ചെയ്യുമ്പോഴാണ് അതൊരു പീഡനമായിട്ടോ അല്ലെങ്കിൽ ഒരു ലൈംഗിക അതിക്രമമായിട്ടോ ഒക്കെ വരുന്നത്. നാം ബോധപൂർവമായിട്ട് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്, ബസ്സുകളിലൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ആത്മഹത്യയെക്കുറിച്ച് കാണുമ്പം അവരുടെ ശാരീരിക ആക്ഷനൊക്കെ കാണുമ്പം അവരത് പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത അദ്ദേഹത്തെ പെടുത്തുക എന്നുള്ളതല്ലായിരുന്നു ആ സ്ത്രീയുടെ ഉദ്ദേശമെങ്കിലും, പക്ഷേ അതിനകത്ത് പെട്ടുപോയത് ആ 38 വയസ്സുള്ള ദീപക് എന്ന് പറയുന്ന സഹോദരനായിപ്പോയി. ഇതുപോലെ നിയമവിരുദ്ധമായിട്ട് വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും എടുക്കുന്നതും, പ്രത്യേകിച്ച് നിയമങ്ങളുള്ള രാജ്യത്ത് അത് തെറ്റാണെന്ന് അറിയാതെ തന്നെയാണ് ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഓരോ വ്യക്തികളുടെ ഫോട്ടോയും വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ അനുവാദമില്ലാതെ പ്രചരിപ്പിക്കുന്നതും ഇടുന്നതും. നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് പകർത്തിയിടുന്നത് പോണക്കല്ലല്ലോ നമ്മളെ ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് പ്രത്യേകിച്ച് വൈരാഗ്യം തീർക്കുന്നതിനോ അല്ലെങ്കിൽ റീച്ച് കൂട്ടുന്നതിനോ വേണ്ടിയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ബോധപൂർവം ചെയ്ത ഒരു വീഡിയോ ആണ്. ഒരിക്കലും ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു പ്രവണത നടക്കുമെന്ന് സ്വാഭാവികമായിട്ടും ആർക്കും മനസ്സിലില്ലാത്ത ഒരു സമയത്ത് ഒരു സ്ത്രീ അത് വീഡിയോ പിടിക്കാൻ മുതിർന്നപ്പോൾ അവർ മുൻകൂട്ടി ഇദ്ദേഹം അല്ലെങ്കിൽ വേറെ ഒരാൾ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ബസ്സിൽ കയറിയതും ആ വീഡിയോ എടുത്തതെന്നും വ്യക്തമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പുഞ്ചിരിയോടുകൂടി എൻ്റെ ശരീരത്തെ തട്ടിക്കോ എന്നും പറഞ്ഞ് നിൽക്കുന്ന, അതായത് അവർ എഡിറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും എൻ്റെ ശരീരത്തെ തട്ടിക്കോ എന്ന മട്ടിൽ നിൽക്കുന്ന അവരുടെ ഫോട്ടോയും അവരുടെ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തതയുണ്ടാവും. ആ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ ധാരാളം ആ വീഡിയോ കണ്ട് ഇങ്ങനെ വിലസുന്നതായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ മാത്രം മുതിരുന്നത്. അപ്പം ഈ നിയമം ഒരു വ്യക്തികളുടെ അല്ല, നമ്മുടെ സർക്കാർ പോലും നിയമം ലംഘിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇന്ന് കാണുന്നത്. കാരണം ഞാനൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വാഹനത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി സർക്കാരിന് അധികാരമുള്ളതാണ്. പക്ഷേ വാഹനത്തിനോടൊപ്പം തന്നെ എൻ്റെ അനുവാദമില്ലാതെ എന്നെ പിടിച്ച് ആ ഫോട്ടോയ്ക്ക് മുന്നേ പോസ് ചെയ്യിപ്പിക്കുകയും അത് എൻ്റെ അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് മീഡിയങ്ങളിലോ ഒക്കെ പ്രചരിപ്പിക്കാൻ കാണിക്കുന്ന പ്രവണതയും ഒക്കെ ഉണ്ട്. ഇത് ചാനലുകാരുമായാലും ആരായാലും ആ പ്രവണത നല്ലതല്ല. ഒരു കലാപഭൂമിയിൽ എടുക്കുന്ന ഫോട്ടോയും പിന്നെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ
പ്രചരിപ്പിക്കുന്ന ഫോട്ടോകളും രണ്ടും വ്യത്യസ്തമാണ്. അപ്പം അതിലൊരെണ്ണമാണ് ഈ വ്യത്യസ്തമായ ഈ വൈറൽ വീഡിയോ ആയത്. ആ സ്ത്രീക്ക് നന്നായിട്ട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള സ്ത്രീയാണ്. അവർ ഒരു മെമ്പറൊക്കെ ആയിരുന്നു, ഇവിടെ നഗരസഭയിലോ അവിടെയൊക്കെ ഒരു മെമ്പറൊക്കെ ആയ വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അതുമല്ല, അവർ സൈക്കോളജിസ്റ്റും ഒക്കെയാണ് എന്നൊക്കെയാണ് അറിയുന്നത്. അപ്പം അവർക്ക് വിവരമില്ലാഴികയല്ല, അവർ റീച്ച് കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം എടുത്ത ഒരു വീഡിയോ ആണെന്ന് അവരുടെ ആ മുഖഭാവത്തിൽ തന്നെ അത് കാണാൻ പറ്റും. കാരണം ആദ്യത്തെ ക്ലിപ്പിൽ അവർ വലത് സൈഡിലും, രണ്ടാമത്തെ ക്ലിപ്പിൽ അവർ ഇടത് സൈഡിലും, രണ്ടാമത്തെ സമയത്ത് വലത് സൈഡിലും, ആദ്യത്തേത് ഇടത് സൈഡിൽ നിന്ന് വീഡിയോ പിടിക്കുന്ന ഒരു ഇതാണ്. വലത് സൈഡിൽ നിന്ന് വീഡിയോ എടുത്തപ്പോഴാണ് അവരുടെ ബോഡിയിൽ ടച്ചായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ അത് എഡിറ്റ് ചെയ്തതാണെന്ന് പിന്നീട് നമ്മൾ അറിയുകയൊക്കെ ചെയ്തു. അപ്പം സ്ലോ മോഷനിലൊക്കെ കാണിക്കുമ്പം കൃത്യമായിട്ടും അതെന്തിൻ്റെ ഉദ്ദേശമാണെന്നൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോൾ, അതായത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യാതെ തന്നെയാണ് ഇടേണ്ടത്. പക്ഷേ ആ സ്ത്രീ അത് എഡിറ്റ് ചെയ്തിട്ടു എന്നാണ് അവർ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇത് നമ്മളാരും പറഞ്ഞതല്ലല്ലോ. അപ്പം എൻ്റെയോ നിങ്ങളുടെയോ അനുവാദം കൂടാതെ ഒരു ക്രൈം നടത്താൻ വേണ്ടി അവർ സ്വയം എടുത്ത ഒരു പരിപാടിയാണ്. അവരുടെ ഒരു കണ്ടൻറ്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ഒരു ജീവനെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന സങ്കടാവസ്ഥയും നമുക്കിന്നുണ്ട്. പല പീഡനങ്ങളും നമുക്ക് കേൾക്കാം. പീഡനം എന്ന് പറയുമ്പോൾ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്നത് പല രീതിയിലാണ്. ഈ ഒരു സ്ത്രീ പീഡകരുണ്ട്, പുരുഷ പീഡകരുണ്ട്, കുട്ടികളെ പീഡിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ഒരു പീഡനമായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല അവർ പ്രചരിപ്പിച്ചത്. അവർക്കൊരു പീഡനമായിട്ട് തോന്നിയെങ്കിൽ അത് അവരവിടെ പോലീസിലാണ് അത് പരാതിപ്പെടേണ്ടത്. ഈ വീഡിയോയും പോലീസിലാണ് കൊടുക്കേണ്ടത്, സോഷ്യൽ മീഡിയയിലല്ലായിരുന്നു. നിയമം അതാണ് അനുശാസിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ അവരത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തെ ഇല്ലാതാക്കേണ്ടിയ ഒരു പ്രവണതയാണ് ആ സ്ത്രീ കാണിച്ചത്. അവരുടെ കുടുംബ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അല്ല നമ്മൾ പറയുന്നതും പശ്ചാത്തലമൊന്നും നമുക്കറിയേണ്ട കാര്യവുമില്ല. അവരേത് രീതിയിൽ നടന്നോ എങ്ങനെയോ നടക്കുന്നോ എന്നൊന്നും നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അവരുടെ കുടുംബ പശ്ചാത്തലമൊക്കെ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ പാരമ്പര്യം എന്താണെന്നോ അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്നോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ആ സ്ത്രീ കാണിച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ ലോകം, ഈ രാജ്യത്ത് നിയമം ഉണ്ട്. അത് ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവർക്ക് തക്കതായ ശിക്ഷ ഇതേപോലെ എടുക്കുന്ന സ്ത്രീകൾക്ക് ഇത് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, എൻ്റെയോ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഫോട്ടോ മറ്റൊരാളുടെ മീഡിയത്തിൽ എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം കൂടെ നമ്മൾക്കും ഉണ്ടായിരിക്കണം. അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് എടുക്കാം. പീഡനം നടക്കുന്ന സമയത്തൊക്കെ എടുക്കേണ്ട ഫോട്ടോകളുണ്ട്, അതല്ലെങ്കിൽ വീഡിയോസുണ്ട്. അത് അവർ സ്വന്തമായിട്ടല്ല എടുക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ചിന്താഗതിയും കൂടെ ഉണ്ടാകണം. കാരണം അയൽവക്കത്ത് നിൽക്കുന്ന ആയിരിക്കണമല്ലോ ആ പീഡനം നടന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള മറ്റൊരു ഫോട്ടോ എടുക്കേണ്ടത്. കാരണം ഇവർ പീഡനം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ പിടിക്കുമ്പോൾ അവരത് നേരത്തെ മുൻകൂട്ടി കരുതിക്കൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നു എന്നുള്ളതാണ്. അതവർക്ക് ഒരാളെ പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണത മാത്രമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഒരു പീഡനം നടക്കുമ്പോൾ എന്തുമായാലും മറുവശത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം അത് വീഡിയോ പിടിക്കുന്നത്. അപ്പം അത്രയെങ്കിലും സാമാന്യ ബോധമുണ്ടായിരിക്കേണ്ട ജനസമൂഹമാണ് നമ്മൾ. കാരണം ഒരു പീഡനത്തിനിരയാകുന്ന സ്ത്രീക്ക് സ്വയമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ ഒരിക്കലും കഴിയത്തില്ല എന്നാണ് എൻ്റെ നിഗമനം. അതങ്ങനെ തന്നെയാണ്. കാരണം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ഓൺ ചെയ്യുമ്പോൾ എന്തായാലും പീഡകൻ അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പം അയാളങ്ങ് നിർത്തും. അപ്പം ഇവർ പറയുന്നതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല.
അപ്പം ഈ സ്ത്രീക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവയ്ക്കാനുള്ള അർഹതയുണ്ടോ എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. ഒരു ഇന്ത്യൻ പൗരൻ്റെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിന് അവൻ്റെ അവകാശവും അവൻ്റെ അനുവാദവും ഇല്ലാതെ ഒരു മീഡിയത്തിൽ അവൻ്റെ ഫോട്ടോയോ വീഡിയോസോ പ്രദർശിപ്പിക്കുമ്പോൾ അതിന് ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതായിരിക്കുന്നു. ഈ സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഈ സർക്കാർ എൻ്റെയും നിങ്ങളുടെയും സ്വത്തിൻ്റെയും ജീവൻ്റെയും ഒക്കെ സംരക്ഷകരായിരിക്കെ ഇങ്ങനെ ഒരു ദുരന്തം ഈ കേരളത്തിലുണ്ടായതും നമുക്ക് അപമാനകരമാണ്. സർക്കാർ അതിന് മുൻപന്തിയിൽ തന്നെ നിൽക്കണം. ഇങ്ങനെയുള്ള വ്യാജ പരാതിയും വ്യാജ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇതിന് രണ്ട് മൂന്ന് വീഡിയോ ഇതിനു മുമ്പും പല രീതിയിൽ പ്രചരിപ്പിച്ചു. ഒരു പെങ്കൊച്ച് വഴിയിൽ കിടക്കുന്ന കാറിൻ്റെ അരികെ വന്ന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. പിന്നീട് വേറൊരു ബസ്സിൽ ഒരു പ്രായമായ ചേട്ടനെ അധിക്ഷേപിച്ച് ഒരു സ്ത്രീ വീഡിയോ ചെയ്യുന്നു. ഇതൊന്നും അവർ സോഷ്യൽ മീഡിയയിലല്ലായിരുന്നു അത് പ്രചരിപ്പിക്കേണ്ടത്. കാരണം ഇതിന് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയ എന്ന പ്രസ്ഥാനം ഇത്രയും വളർന്നത്. പക്ഷേ ഇത് തെളിവ് സഹിതം നമുക്ക് പോലീസ് സ്റ്റേഷനിലും പോലീസിൻ്റെ അധികാരപരിധിയിലും വരുന്ന കേസുകളെ അതിന് തെളിവായിട്ടാണ് അത് കൊടുക്കേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻ്റായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അത് മറ്റേ സോഷ്യൽ ക്രിമിനലായിട്ട് തന്നെ അത് കാണണം. സർക്കാർ അതിന് മുൻപന്തിയിൽ നിൽക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് കേസെടുക്കുന്ന നാട്ടിൽ ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവനെ ആപത്തിൽ തള്ളിയിട്ട ഈ ഒരു വിഷയത്തിൽ സർക്കാർ ഏത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് പൊതുജനങ്ങൾക്കറിയണം. കേരള ജനത പ്രത്യേകിച്ച് അത് അറിഞ്ഞേ പറ്റുള്ളൂ, അറിയാൻ അർഹതപ്പെട്ടവരാണ്. ഇതേപോണക്കുള്ള സാമൂഹിക വിരുദ്ധ ആൾക്കാരെ സർക്കാരും പൊതുജനവും ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വെക്കുന്നു. അവരെ ഉപദ്രവിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ട് അവർക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് അത് വാങ്ങി നൽകാൻ ഇവിടുത്തെ കോടതിയും സർക്കാരും അതിന് മുൻപന്തിയിൽ നിൽക്കണമെന്ന് പറയുന്നു. ആണായാലും ശരി സ്ത്രീ ആയാലും ശരി ഇമാതിരി വേണ്ടാതീനം പരിപാടികൾ, അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബം പൂർണ്ണമായിട്ടും തകർക്കുന്നതിനോ വേണ്ടി എടുക്കുന്ന വീഡിയോസൊക്കെ ഈ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നത് അതിക്രൂരമായും കൊലപാതക കുറ്റത്തിലുമൊക്കെ കേസെടുത്ത് അവരുടെ മേൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ഒരു വീഡിയോ കാണാം. അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.